ഈ കാഴ്ച പരിമിതർക്കൊക്കെ വായനയുടെ ലോകത്തേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ലാത്ത കാര്യമാണ്. കാരണം അത് വളരെ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലേക്ക് എങ്ങനെ കൂടുതൽ സംവിധാനങ്ങളിലേക്ക് ഒരുക്കാൻ കഴിയും എന്നുള്ള കാര്യം കൂടിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അവർക്ക് ഈ സാഹിത്യാസ്വാദനത്തിനുള്ള വഴിയൊരുക്കുന്ന ഒരു കൂട്ടായ്മയെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് പുസ്തകം വായിക്കുന്നവരും അത് കേട്ടാസ്വദിക്കുന്നവരും പഠിക്കുന്നവരും അടങ്ങിയ ഒരു നവമാധ്യമ കൂട്ടായ്മ. അവർ കോഴിക്കോടൊന്ന് ഒത്തുകൂടി. ഹൃദ്യമായ ആ കൂടിക്കാഴ്ച കൂടി കണ്ടുവരാം. നീണ്ട 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ലൈവിൻ പ്രോഗ്രാമായ റഷ് അവറിന് വേണ്ടി മൈക്രോഫോണിൻ്റെ മുന്നിലിരിക്കുന്നത്. സത്യത്തിൽ എൻ്റെ മടങ്ങിവരവ് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ആരും പ്രതീക്ഷിച്ചിരുന്നതേ അല്ല. പുസ്തകം വായിക്കുന്നത് തിരുവനന്തപുരത്തുള്ള GR ശ്രീകല, കേട്ടാസ്വദിക്കുന്നത് കാഴ്ചാപരിമിതിയുള്ള കാസർകോട്ടെ ആശ ടീച്ചർ. അഥവാ വന്നാൽ തന്നെ ഉടനെ എങ്ങും ലൈവിന് കയറുമെന്ന് അവർ വിചാരിച്ചില്ല. അതുകൊണ്ടാവും ഞങ്ങളുടെ പ്രോഗ്രാം മാനേജർ ഇംതിയാസ് സർ ആത്മവിശ്വാസമില്ലെങ്കിൽ ഇന്ന് ലൈവിന് പോകേണ്ടതില്ല, അത്യാവശ്യം റെക്കോർഡിങ്സ് മാത്രം മതി എന്ന് പറഞ്ഞത്. ഇവരിങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം ഒരു നവമാധ്യമ ഗ്രൂപ്പാണ് ഹൃദ്യം. കാഴ്ചാപരിമിതരായവരെ വായനയുടെ അനന്തലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നവർ. ശബ്ദത്തിലൂടെ മാത്രം പരസ്പരം അറിഞ്ഞവരുടെ ഒത്തുചേരലും അത്രമേൽ ഹൃദ്യമായിരുന്നു. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും കുതിരേ ചെമ്പൻ കുതിരേ, എന്തൊരു ഉന്മേഷമാണതിൻ കണ്ണുകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കണ്ണുകളിൽ, കോടി പുരുഷാതരങ്ങളിൽ. ഇവർക്ക് ഇത്രയും പുസ്തകങ്ങൾ ഇവർ തൊട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കുന്നു, മണപ്പിക്കുന്നു, പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് അത് കേൾക്കുമ്പോൾ. എനിക്കൊരു ടെക്സ്റ്റ് ഉണ്ട്, അത് ഞാൻ അയച്ചു കൊടുത്താൽ, ഒരു PDF അയച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അത് വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് അവർ നമ്മളോട് പ്രതികരിക്കുന്നത്. 2019 കാഴ്ചാപരിമിതരായവർക്കായി ഹൃദ്യം വായനാ ഗ്രൂപ്പ് തുടങ്ങുന്നത്. സാഹിത്യം മാത്രമല്ല, അക്കാദമിക പുസ്തകങ്ങൾ, മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്കുള്ള ഹൃദ്യം കലാലയം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ഹൃദ്യം വിദ്യാലയം, ഹൃദ്യം കിഡ്സ് എന്നീ 7 വിവിധ വായനാ ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ക്ലാസ് നോട്ട്, അതുപോലെ പുസ്തകങ്ങൾ PDF ഒക്കെ അയക്കുന്നത്, ഇത് വായിച്ചു തരാൻ ആളുകളെ കിട്ടാനില്ല. ഈവൻ അവരുടെ സഹപാഠികളെ പോലും സമയത്തിന് അവർക്ക് ചെയ്തു കൊടുക്കാത്ത സാഹചര്യം. അത് മനസ്സിലാക്കിക്കൊണ്ടും പിൽക്കാലത്തെ എൻ്റെ ഒരു അനുഭവം ഇതായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംരംഭം. പലർക്കും ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരിടമാണ് ഹൃദ്യം വായനാ ഗ്രൂപ്പ്. SCRT തന്നെ ഇപ്പോൾ സമഗ്രയിലൊക്കെ ആണെങ്കിൽ തന്നെ ഓഡിയോ ഇതായിട്ട് തന്നെ വരുന്നുണ്ട്. പക്ഷേ അവിടേക്ക് +1 +2 വരുമ്പോൾ ആ ഒരു ഫീച്ചർ ഇല്ലാതെ, അപ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു വിഷമഘട്ടത്തിലിരിക്കുമ്പോഴാണ് നമുക്കിതുപോലുള്ള ഇത് കിട്ടും. അപ്പോൾ നമുക്കത് നമ്മളൊരു വീഴാൻ പോകുമ്പോൾ നമുക്കൊരു പിടിവള്ളി എന്ന് പറയുന്നത് പോലെയാണ്. ഇനി വായനയിൽ താല്പര്യമുള്ളവരോട്, നിങ്ങളെ കേൾക്കാൻ ഒരുപാട് പേർ കാത്തിരിപ്പുണ്ട്. അവർക്കായി അല്പസമയം മാറ്റിവെക്കാമെങ്കിൽ ഹൃദ്യത്തിൽ കൂടാം, വായിക്കാം, സ്നേഹം പങ്കുവയ്ക്കാം. ജസൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.